നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഈ വരുന്ന ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആരൊക്കെ കാണേണ്ടത്? ഈ ജൂൺ എക്സാം എഴുതുന്ന എല്ലാ ആൾക്കാരും കാണണം. കാരണം നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യണം. ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന സ്റ്റുഡൻസ് 1200 റുപ്പീസും ഫൈനൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പിന് 1400 റുപ്പീസും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പാണോ എക്സാം എഴുതാൻ പോണത് അതിന് വേണ്ടിയിട്ട് എക്സാം ഫീസ് പേ ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. ഇനി 16 സിലബസിൽ നിന്ന് 22ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട സ്റ്റുഡൻസ് ഇനി നിങ്ങൾക്ക് കൺവേർഷന് വേണ്ടി സെപ്പറേറ്റ് പ്രോസസ് ഒന്നുമില്ല. നിങ്ങളും ചെയ്യേണ്ടത് എന്താണ്? ഈ സെയിം എക്സാം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാന്നുള്ള പരിപാടി മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കിന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് മൊബൈലിലും ചെയ്യാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും ചെയ്യാം. കമ്പ്യൂട്ടർ ആണെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓൺ ആക്കുക, ജസ്റ്റ് ICMA എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ സൈറ്റിൽ വരും. ഓക്കെ, ഇനി നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ഓർമ്മിക്കേണ്ട കാര്യം, മൊബൈലിൽ ക്രോം ഓപ്പൺ ചെയ്യുക, അതിൽ ഡെസ്ക്ടോപ്പ് മോഡ് ആക്കുക. ഓക്കെ, ഡെസ്ക്ടോപ്പ് മോഡ് ആക്കിയിട്ട് ബാക്കി ഈ പ്രോസസ് എല്ലാം സെയിം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, ആദ്യമേ നമ്മുടെ സൈറ്റിലേക്ക് വരിക. സൈറ്റിലേക്ക് വന്നിട്ട് ഏറ്റവും ടോപ്പിൽ ഒരു ബാനർ കണ്ടു. ആ ബാനറിൽ സ്റ്റുഡൻസ് ഉണ്ടാവും. ആ സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് വരേണ്ടതാണ്. വന്നു. ഇത് ക്ലോസ് ചെയ്ത് കളയാം. സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബാനർ ഉണ്ടാവും, കോഴ്സ്, അഡ്മിഷൻ, എക്സാംഷൻ, ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എക്സാമിനേഷൻസ് എന്നുണ്ടാവും. ആ എക്സാമിനേഷൻസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ എക്സാമിനേഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഗൈഡൻസ് ഉണ്ടാവും, അതുപോലെ അപ്ഡേറ്റ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവും. ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം കണ്ടോ? ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം. ആ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കുക. അതിന് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ടോ? ആ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യാൻ പറയും. ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ ആണെങ്കിൽ ഫൈനൽ. ഇൻ്റർമീഡിയറ്റിൻ്റെ ഫീസ് 1200 പെർ ഗ്രൂപ്പാണ്. ഫൈനലിൻ്റെ ഫീസ് 1400 പെർ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പറായിട്ട് എഴുതിയേക്കും. കണ്ടോ, ഇൻ്റർമീഡിയറ്റിന് സിംഗിൾ ഗ്രൂപ്പിന് 1200, ഫൈനലിന് സിംഗിൾ ഗ്രൂപ്പിന് 1400 വെച്ചാണ്. ബൂത്ത് ഗ്രൂപ്പ് ആകുമ്പോൾ 2400 2800 റുപ്പീസും. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് April 10. അപ്പോൾ April 10 വരെ കാത്തിരുന്നിട്ട് April 10 ചെയ്യാൻ നോക്കും. സൈറ്റ് ഹാങ് ആവും, പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളത് ചെയ്തോളാം. ഓക്കെ, ബാക്കി ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കോളാം. എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാം. കറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഒന്നും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇതിനകത്തില്ല. ശ്രദ്ധിച്ചോളാം, പരിപാടിയൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ശരി. അതിന് തൊട്ട് താഴെ അക്സെപ്റ്റ്, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അത് വായിച്ച് നോക്കിയിട്ട് അക്സെപ്റ്റ് അടിക്കാം. ഇനി നിങ്ങളുടെ കറണ്ട് രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് നമ്പർ, ഫൈനൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഫൈനലിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 16 ആയാലും 22 ആയാലും എല്ലാ ആൾക്കാരും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് പ്ലീസ് ചെക്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ആ പ്ലീസ് ചെക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ബട്ടൺ വരും, ക്ലിക്ക് ഹിയർ. ഓക്കെ, നമുക്ക് വീണ്ടും ഇവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഇവിടെ ഓപ്പൺ ആവും. അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും, നിങ്ങളുടെ ഫുൾ നെയിമും നിങ്ങളുടെ ജെൻഡറും നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉൾപ്പെടെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഐറ്റംസ്, അതായത് ഇവിടെ ഒരു സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഐറ്റംസ് എന്തായാലും കമ്പൽസറി ആയിട്ട് കൊടുക്കണം. ശരി, ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാൻ പറയുന്നു. ശരി, ഞാൻ ഒരു എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാണ്. ശരി, ഞാനൊരു എക്സാം സെൻറ്റർ സെലക്ട് ചെയ്തു. എക്സാം സിറ്റി നെയിമാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. സിറ്റി നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റിയിൽ എത്ര സെൻറ്റർ ഉണ്ടെന്ന് കാണിക്കും. ഇവിടെ ഒരു സെൻറ്റർ മാത്രമേ ഉള്ളൂ, അത് സെലക്ട് ചെയ്തു. ശരി, ഓട്ടോമാറ്റിക്കലി കണ്ടോ പേപ്പർ സിലബസ് 2022 എന്നാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി പേപ്പർ 22 എന്നാണ് വരുന്നത്. കണ്ടോ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇനി ഇത് ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ ഇലക്ട്രിക് പേപ്പർ ആയിട്ടുള്ള 20A ആണെന്നും ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. 20A മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ ഫൈനലിൻ്റെ ഏതെങ്കിലും പേപ്പറാണ് കൊടുക്കേണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? 3rd ഗ്രൂപ്പ് ആണെങ്കിൽ 3rd ഗ്രൂപ്പ്, 4th ഗ്രൂപ്പ് ആണെങ്കിൽ 4th ഗ്രൂപ്പ്, ബോത്ത് ആണെങ്കിൽ ബോത്ത്, അത് കൊടുക്കാൻ പറയും. ശരി, ഞാനത് കൊടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം, ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഒരു പോപ്പപ്പ് വരും, സബ്മിഷൻ സക്സസ്ഫുള്ളി നടന്നു, നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അറ്റാച്ച് ചെയ്യുക. ദെൻ അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഏറ്റവും ടോപ്പിലേക്ക് വരണം. ടോപ്പിൽ വന്നിട്ട് തൊട്ടപ്പുറത്തുണ്ടോ അപ്ഡേറ്റ് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഇവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവർ പ്രോപ്പർ ഫയൽ സൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്താ, ഒന്നുകിൽ JPG ആയിരിക്കാം, അല്ലെങ്കിൽ PNG ആയിരിക്കാം, അല്ലെങ്കിൽ BPM ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ അതിൻ്റെ സൈസ് 40 KB താഴെ ആയിരിക്കണം. നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറിൻ്റെ സ്പെസിമെനും ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശരി, അപ്ലോഡ് ചെയ്തു. ഞാനിവിടെ ഓട്ടോമാറ്റിക്കലി വരും എനിക്ക്, കാരണം ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി തൊട്ടപ്പുറത്ത് കണ്ടോ പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മോഡ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മോഡ് സെലക്ട് ചെയ്യാണ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാൻ പറയുന്നു. ഓക്കെ, 1400 റുപ്പീസാണ് വരുന്നതെന്ന് പറയുന്നു. ഓക്കെ, എന്നിട്ട് പേ നൗ അടിച്ചു ഞാൻ. ഓക്കെ, വീണ്ടും ഇവിടെ പേ വന്നു, പേ അടിച്ചു.
പേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഓക്കെ, ഇതിൽ ഏത് ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ QR കോഡാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, QR കോഡ് സെലക്ട് ചെയ്തു, എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് അടിച്ചു. അപ്പോൾ എനിക്കൊരു QR കോഡ് വന്നു. ഞാൻ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ എൻ്റെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവും. ഞാൻ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാൻ ഫോൺ എടുത്തു. നമുക്ക് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തു, എൻ്റെ ഫോണിലെ എമൗണ്ട് വന്നു. ഞാൻ ജസ്റ്റ് നോർമൽ നമ്മൾ UPI ചെയ്യുന്നത് പോലെ എൻ്റെ പിന്നടിച്ചു, UPI ഡൺ. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് പോയി. ഇപ്പോഴാണ് പ്രശ്നം സംഭവിക്കുന്നത്. കണ്ടോ, കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ഇങ്ങനെ തന്നെ എറർ പേജ് കാണിച്ചു. യുവർ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ സ്റ്റിൽ നോട്ട് കൺഫേംഡ് ആൻഡ് സബ്ജക്റ്റ് ടു റിയലൈസേഷൻ. ഇഫ് ദ ബാലൻസ് ഡിഡക്റ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് പ്ലീസ് വെയിറ്റ് ഫോർ 3 വർക്കിംഗ് ഡേയ്സ് ഫോർ. അതായത് നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റക്കായിപ്പോയി, നിങ്ങളൊരു 3 ദിവസം വെയിറ്റ് ചെയ്യണം. ഒന്നുകിൽ പൈസ റീഫണ്ട് കിട്ടും, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവുമെന്ന്. ഓക്കെ, നിങ്ങൾ ഇവിടെ കൊണ്ട് പേടിക്കരുത് എൻ്റെ പൈസ പോയോ ഇനി എന്താ ചെയ്യാൻ പറ്റാമെന്ന്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീണ്ടും ഒന്ന് ബാക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ പേജിലേക്ക് ഒന്നും കൂടെ വരിക. ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓൺലൈൻ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ ഇൻ്റർ ആണെങ്കിൽ ഇൻ്റർ, ഫൈനൽ ആണെങ്കിൽ ഫൈനൽ സെലക്ട് ചെയ്യുക, അക്സെപ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു. വീണ്ടും പ്ലീസ് ചെക്ക് അടിക്കുക. എന്നിട്ട് ക്ലിക്ക് ഹിയർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരും. കണ്ടോ, ആപ്ലിക്കേഷൻ ഫോം ആൻഡ് പേയ്മെൻറ്റ് സബ്മിഷൻ സക്സസ്ഫുൾ. കറക്റ്റാണ്, സക്സസ്ഫുൾ ആണ്. ഫോർ ജൂൺ 2024 ടേം എക്സാമിനേഷൻ. ഇവിടെ കയറിയിട്ട് പ്രിൻറ്റ് സബ്മിറ്റഡ് ഫോം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്മിറ്റഡ് ഫോം കിട്ടും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാവും. ഇത് ഫൈനലിൻ്റെ ഇലക്ട്രിക് പേപ്പർ ഇവിടെ കാണിച്ചിരിക്കും. ഇൻ്റർ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാണിച്ചിരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത സെൻറ്ററും കാണിച്ചിരിക്കും. പിടിയോ? അപ്പോൾ സിലബസ് കൺവേർഷൻ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 16 നിന്ന് 22 കൺവേർട്ട് ആയിക്കോളും. അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷനും ഈ ഒരു പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾ എല്ലായിടത്തും, അതായത് 2024 ജൂൺ എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിറ്റിയോ ഒക്കെ വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാനൊന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ബൈ.